വളരെ പോരട്ടോ, വളരെ പോരാ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. രാവിലെയാണ്, റൂമിലാണ്, എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. നമ്മൾ രാവിലെ തന്നെ ഒരു ചലഞ്ച് കൊടുക്കാൻ പോകട്ടെ. റൂമിലിരുന്നുകൊണ്ടാണ് ചലഞ്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും റൂമിലിരുന്ന് എങ്ങനെ ചലഞ്ച് കൊടുക്കാൻ പറ്റുന്നതെന്നല്ലേ. അപ്പോൾ സ്വിഗ്ഗിയിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടന് താഴെ, റൂമിൻ്റെ താഴെ എന്തായാലും ഫുഡുമായിട്ട് വന്നിട്ട് വിളിക്കും. അപ്പോൾ നമ്മൾ പറയും ഇങ്ങോട്ട് കയറി വാ, റൂമിൽ കൊണ്ടു തരണമെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ മോശമാണ് അവരെ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്. നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് വരുത്തി അവർക്ക് പൈസ എണ്ണാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ചേട്ടൻ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 200 രൂപ കെട്ടെടുത്ത് കൊടുക്കാൻ പോവുക. പുള്ളി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ വന്നതല്ലേ, എന്തായാലും നമ്മൾ വെറും കൈയോടെ വിടാൻ പാടില്ല. അപ്പോൾ 50 കെട്ട് ഒരു 15 സെക്കൻഡ് സമയത്തേക്ക് കൊടുക്കും. കാരണം അതിൽ കൂടുതൽ നമുക്ക് നമ്മുടെ ഫോളോ ചെയ്യാത്ത ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് അത് നമ്മൾ തെറ്റായൊരു സന്ദേശം കൊടുക്കുന്ന പോലെ ആയിപ്പോകും. നമ്മുടെ റൂൾസിനെ മൊത്തം തെറ്റിച്ച് കളയുന്ന പോലെ ആയിപ്പോകും. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരു സ്പെഷ്യൽ, കാരണം നമ്മുടെ അടുത്തേക്ക് കയറി വരുന്നതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 200 രൂപ കെട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഞങ്ങൾ ഫോളോ ഒന്നും പോട്ടെ, സോറി, നമ്മൾ ഡെലിവറി സമയമായി ഒരു 4 മിനിറ്റാണ് ഇനി കാണിക്കുന്നത്. പുള്ളി കയറി വരുന്നത് ഞാൻ കൊടുക്കും. പൈസ കൊടുക്കും. പുള്ളിയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ഓരോ ആൾക്കാരും ഓരോ രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പുള്ളിക്കാരെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 200 രൂപ ഇട്ട് നമ്മൾ കൊടുക്കും. 500 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ലാതെ പോയി. 500 രൂപ ഉണ്ടായിരുന്നെങ്കിൽ 500 രൂപ ഇട്ട് കൊടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങൾ വിചാരിക്കല്ലെങ്കിൽ ഇതെന്നാ, കാരണം ഫോളോവേഴ്സിൻ്റെ അടുത്ത് നമ്മളധികം എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളെ ഫോളോ ചെയ്ത ആളുകളുടെ അടുത്തേക്ക് അധികം എത്താത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ 50 കൊടുക്കേണ്ടി വരുന്നത്. അല്ല നിങ്ങൾ വിചാരിക്കും ഇവർ 50 മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചേക്കരുത്. കാരണം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ 100 രൂപ ഇട്ട് 200 രൂപ കൊടുക്കും. അപ്പോൾ നമ്മൾ റൂമിൽ വിളിച്ച് വരുത്തി പുള്ളിക്കാരൻ വരാൻ ക്ഷമയോടെ അവർ മനസ്സ് കാണിക്കുന്നതുകൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ. ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ 50 കെട്ട് ഒരു 15 സെക്കൻഡ് കൊടുക്കുമെന്ന് പറഞ്ഞേ. അപ്പോൾ നമുക്ക് നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിക്ക് 200 കെട്ടെണ്ണ. അപ്പോൾ നോക്കാം. ഇനി 2 മിനിറ്റ് കൂടെയുള്ള സമയം. അപ്പോൾ ആൾ വിളിക്കുന്നുണ്ട്, നമുക്ക് ഫോൺ എടുക്കാവേ. ഹലോ. ആ, ഇത് 301. ആ, ഓക്കെ. വരാവോ എന്ന് ചോദിക്കേണ്ടി വന്നില്ല. പുള്ളി ഇങ്ങോട്ട് കയറി വരുവാ കേട്ടോ. പാവം, നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. ആ, 100 കെട്ട 200 കെട്ട എത്ര വേണമെങ്കിലും എണ്ണി എടുക്കാം. ഒരു ചലഞ്ചാണ്. ആ, ചെയ്യാൻ സമയമുണ്ടോ? 30 സെക്കൻഡ് സമയമേ ഉള്ളൂ. 30 സെക്കൻഡ് കൊണ്ട് അച്ചായൻ ആർമി ഫാമിലി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് എവിടെയെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ ഫോണിൽ? ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്, എനിക്കറിയില്ല. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഞാൻ പെട്ടെന്നായതുകൊണ്ട് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്തില്ല. യൂട്യൂബിലോ നോക്കി. കുഴപ്പമില്ല, ടെൻഷൻ അടിക്കണ്ട. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പം ചെയ്തിട്ടേ. ഇനി ഫേസ്ബുക്കിൽ നോക്കിയേ. ഞാനിതിന് മുമ്പ് വീഡിയോ കണ്ടിട്ടെങ്കിലും ഉണ്ടോ? വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ സാറിങ്ങനെ വലിയ കെട്ടൊക്കെ ആള് പേടിച്ചു പോലെ ഇങ്ങനെ കുറെ ക്യാഷൊക്കെ ആയിട്ട് കെട്ടത് വന്നു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് സാർ. കണ്ടിട്ടുണ്ട്. ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് അവിടെ ഫോളോ ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ഫോളോ ചെയ്തിട്ടോ. എന്തായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്ര നേരം ഞങ്ങൾ സഹകരിച്ച് ഞങ്ങൾക്ക് സാധനം കൊണ്ടു തന്നതാണ്. അന്നേരം ഇപ്പം 50 കെട്ടി ഞങ്ങൾ എണ്ണാൻ തരാം. ഒരു 15 സെക്കൻഡ് സമയം തരാം. എണ്ണല്ലേ? അല്ലേ? സമയമുണ്ടല്ലോ അല്ലേ? ഓ ശരി. ഓക്കെ, ഒരു സെക്കൻഡ് ഇതകത്തോട്ട് വെച്ചോട്ടെ. ചേട്ടൻ ഫോളോ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചേട്ടന് നമ്മളൊരു 50 കെട്ട് തൽക്കാലം കൊടുക്കുകയാണ്. ഒരു 15 സെക്കൻഡ് സമയമാണ് നമ്മൾ കൊടുക്കുന്നത്. 50 കെട്ടെടുത്ത് എണ്ണാം. എത്ര വെള്ളം എണ്ണി എടുക്കാം? ഈ ടൈമിനുള്ളിൽ എത്ര വെള്ളം എണ്ണി എടുക്കാം? ഓരോ നോട്ട് വെച്ച് എണ്ണാനും പറ്റുള്ളൂ. ഓക്കെ, ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ. ടൈം എണ്ണം പറയണേ. സ്റ്റാർട്ട് ചെയ്യട്ടെ. ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ. എണ്ണിക്കും. സ്പീഡിൽ എണ്ണിക്കോ. 7 സെക്കൻഡ്. സാരമില്ല, എണ്ണിക്കോ. ഓരോന്നോരോന്ന് എണ്ണിക്കോ. 13 സെക്കൻഡ്. എണ്ണിക്കോ. ഓക്കെ, സ്റ്റോപ്പ്. അപ്പോൾ ഇത്ര പെട്ടെന്ന് സമയം 22 സെക്കൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, അത് എടുത്തോ. എടുത്തോ. എണ്ണി നോക്കി, എത്ര ഉണ്ടെന്ന് നോക്കിയേ.
സ്റ്റെഫിൻ്റെ ആകെ കൺഫ്യൂസ് ചെയ്താൽ കൈ വരയ്ക്കുന്നുണ്ടല്ലോ. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 2700. 2700. ഓക്കെ, സന്തോഷമായോ? അയ്യോ കാര്യമായിട്ടാണ് എനിക്കിപ്പോഴൊരു ഇതായില്ല. കാര്യമായിട്ടാ? ആണോ? അപ്പൊ ഇന്ന് ഞാൻ ഇനി സ്വിഗ്ഗി ഓടണ്ടല്ലേ? വളരെ പോരട്ടോ, വളരെ പോരോ. ഒരു ദിവസം സ്വിഗ്ഗി ഓടിക്കഴിഞ്ഞാൽ സ്വിഗ്ഗി ഓടി കഴിഞ്ഞാൽ നമ്മൾ ഒരു 1000 രൂപ റേഞ്ചൊക്കെ. കാരണം ഇപ്പൊ ഞാനുള്ള വർക്ക് ഇപ്പൊ എനിക്കില്ല. അതെല്ലേ? ഒരു വർക്ക് ഞാൻ റിസൈൻ ചെയ്തിട്ട് വേറെ വർക്കിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഓ ശരി. അപ്പൊ അതിനിപ്പോ നമുക്ക് ഇപ്പോഴൊരു വരുമാന മാർഗ്ഗം ഈ പറഞ്ഞ സ്വിഗ്ഗിയേ ഉള്ളൂ. ഞാൻ 1-2 റിസീവ് ഒക്കെ കൊടുത്തു, പക്ഷെ ഒന്നും റെഡി ആയിട്ടില്ല. ആണല്ലേ? പേരെങ്ങനെയാ? ജിബീഷ്. ശരിക്കുള്ള ഞാനൊരു ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിയിലായിരുന്നു. അപ്പൊ സാലറി ഒക്കെ കുറവായിട്ട് ഇറങ്ങേണ്ടി വന്നു. ആണല്ലേ? അപ്പൊ ഇപ്പം പറഞ്ഞ കറക്റ്റ് ഒരു ജോലി ഇല്ല. അതാണ് അവസ്ഥ. എവിടെയാ വീട്? എവിടെയാ? കോഴിക്കോട് അത്തോളി എന്ന് പറയും. അതെ, അവിടുന്ന് ഇവിടെ വന്നിട്ടാണ്? അതെ, ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് റെഡിയാന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും കൊച്ചിയിലേക്ക് വന്നപ്പാണല്ലോ. സാർക്ക് അറിയാലോ, വന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ. അതെ, പിന്നെ കൂട്ടുകാർ ഇവിടെ ഉണ്ട്. അപ്പോ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്ത് വെക്കുക. അശാൻ ആർമി ഫാമിലി ഫോളോ ചെയ്ത് വെച്ചേക്കുക. എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മുന്നിലെത്താം. 100ന്റെ കേട്ടോ, 200ന്റെ കേട്ടോ, 50ന്റെ കേട്ടോ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എണ്ണിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇനി ഫോളോ ചെയ്തേക്കണം കേട്ടോ. തീർച്ചയായും എല്ലാം ഫോളോ ചെയ്യും. അപ്പൊ കാണാം കേട്ടോ. ഇങ്ങനെ കണ്ടു പേടിച്ചാ. ശരി, ഓക്കെ, ബൈ. ഹായ്. അപ്പൊ ഗൈസ്, നമ്മൾ 2-3 ഇപ്പൊ 3ാമത്തെ വീഡിയോ വരുമ്പോൾ ഓർഡറിലാണോ വരുന്നതെന്ന് അറിയാൻ പറ്റിയല്ല. അപ്പോൾ നമ്മുടെ ചലഞ്ച് പറഞ്ഞ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടാണ് ഫോളോ ചെയ്ത് വെച്ചോണം. ഇപ്പൊ ആ ചേട്ടന് എത്ര നോട്ട് എണ്ണിയെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. 2700 ആണ് നോട്ട് എണ്ണിയത്. കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ 27 ഇരട്ടി 54 നോട്ട് എണ്ണിയെടുത്തില്ലേ? 54 നോട്ട് 15 സെക്കൻഡ് കൊണ്ട് എണ്ണിയെടുത്തു. അപ്പോൾ ആ ചേട്ടൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 30 സെക്കൻഡ് സമയം നമ്മൾ കൊടുത്തേനെ 200ന്റെ കെട്ടും കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളുക. ഇനി അടുത്ത ജില്ലയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ എറണാകുളം ജില്ല ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴി വീണ്ടും ഇവിടെ തന്നെ ഇറങ്ങും. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോ. ഒരു കാരണവശാലും മിസ് ചെയ്യല്. ആ ചേട്ടൻ കണ്ടമാനം ടെൻഷൻ ആയിപ്പോയി. മൊത്തം വെട്ടി വേർത്ത്, ഞാൻ നോക്കി വേർത്ത് കുളിച്ച് കയ്യെ കൂടെ വരെ വേർപ്പൊഴുകയാണ്. നമുക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. എന്തായാലും നല്ലൊരു മനുഷ്യനായിരുന്നു കണ്ടുമുട്ടിയത്. അപ്പോൾ പാവം ഫോളോ ചെയ്തിട്ടില്ല. കാരണം സമയമില്ല. ഇന്നത്തെ കാലത്ത് മനുഷ്യന് സമയം കിട്ടാറില്ല. ആരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും ആരും അങ്ങനെ ഫോളോ ചെയ്യത്തില്ല. അതെ. അപ്പോൾ നമുക്ക് ഫോളോ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും 200ന്റെ കെട്ടെടുത്ത് നിങ്ങൾക്ക് കാണാൻ. ഞാൻ പറഞ്ഞില്ല, വേറെ ആരെയും നിങ്ങൾ ഫോളോ ചെയ്യാനോ ഒന്നിനും പോകണ്ട. ഒരു ബ്രാൻഡ് പാർട്ട്നേഴ്സ് നമുക്ക് നിലവിൽ ഇതുവരെ ഇല്ല. ഇനി ആരെങ്കിലും ഭാവിയിൽ വന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 200ന്റെ കെട്ട് നിങ്ങൾക്ക് എണ്ണിയെടുക്കാം. 20,000 രൂപ ഒരു എന്താ പറയുക, ആ ചേട്ടന് നല്ല സ്പീഡുണ്ട്. നല്ല സ്പീഡിലല്ലേ എണ്ണി? നല്ല സ്പീഡുണ്ട്. 15 സെക്കൻഡ് നമ്മൾ 22 സെക്കൻഡോളം നമ്മൾ കൊടുത്തു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അടുത്ത ആളുമായിട്ട് വീണ്ടും കാണാം. അടുത്ത സ്ഥലത്ത് എവിടെയാണ് വരേണ്ടതെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് താഴോട്ടിടണം. നിങ്ങളുടെ കമൻറ്റുകൾ അനുസരിച്ച് കൂടുതൽ കമൻറ്റ് വരുന്ന സ്ഥലത്തേക്കായിരിക്കും ഞങ്ങൾ എത്താൻ പോകുന്നത്. അപ്പോൾ ഇനി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.